ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് എന്ന കാലാവധി പൂർത്തിയാക്കി ദേവസ്വം ബോർഡിൽ നിന്ന് പടിയിറങ്ങുകയാണ്. സംതൃപ്തിയോട് കൂടിയാണോ പടിയിറക്കം? 100% സംതൃപ്തിയോടുകൂടിയാണ് പടിയിറങ്ങുന്നത്. കഴിഞ്ഞ പ്രാവശ്യം മണ്ഡല മകരവിളക്ക് മഹോത്സവം നമുക്കെല്ലാം അറിയുന്നത് പോലെ ഒരു ഭക്തർക്ക് ഒരു പരാതിയും പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചു. അതിന് സർക്കാരിൻ്റെയും എല്ലാവരുടെയും പൂർണ്ണ പിന്തുണയായിരുന്നു. അതുപോലെ തന്നെയാണ് ഒരു മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിൻ്റെ പടിവാതിൽക്കലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ പ്രാവശ്യവും അവിടെ എത്തുന്ന ഭക്തർക്ക് ഒരു വിഷമം പോലും ഉണ്ടാകാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. താങ്കൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയതിനു ശേഷം സമ്പാദ്യത്തിൽ വലിയ രീതിയിലുള്ള വർധന ഉണ്ടായെന്നാണ് പ്രതിപക്ഷത്തിന്റെ ഒരു ആക്ഷേപം. അതെന്താണ് പറയാനുള്ളത്? പ്രതിപക്ഷത്തിന്റെ ആക്ഷേപത്തിന് ഒരു അടിസ്ഥാനമില്ല, രാഷ്ട്രീയമാണത്. കാരണം ഞാൻ ഏത് പാർട്ടിയിലാണ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഏത് പാർട്ടിയിലാണ് നിൽക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നാണ് ആക്ഷേപം ഉണ്ടാകുന്നത്. ഞാൻ വെല്ലുവിളിക്കാൻ തയ്യാറാണ്. 3 ലക്ഷത്തിൽ താഴെയാണ് എൻ്റെ ആസ്തി. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തൻ്റെ ആസ്തി പുറത്തുവിടുമോ? 2001 പരവൂർ MLA ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ആസ്തി ഒന്ന് പുറത്തുവിടാൻ പറ്റുമോ എന്ന് പറയട്ടെ. അപ്പോൾ ജനം വിലയിരുത്തട്ടെ. ഞാനാണോ കോടീശ്വരൻ, പ്രതിപക്ഷ നേതാവാണോ കോടീശ്വരൻ? അന്വേഷണം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റിലേക്കും ഇപ്പോഴത്തെ നിലവിലെ ഭരണസമിതിയെ സംബന്ധിച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അതിലുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ്? അല്ല, ഞങ്ങൾ തന്നെയല്ലേ ആവശ്യപ്പെട്ടത്. സത്യത്തിൽ ഈ അന്വേഷണം വരുന്നത് എങ്ങനെയാണ്? ദൗർഭാഗ്യപരമായ സംഭവം ഉണ്ടായി, അപ്പോൾ സ്വാഭാവികമായ അന്വേഷണം വന്നു, ഉണ്ണികൃഷ്ണൻ പറ്റിയുള്ള പ്രതികരണം വരുന്നു. അപ്പം ഞങ്ങളാണ് അങ്ങോട്ട് ആവശ്യപ്പെടുന്നത്. ഞങ്ങളുടെ സ്റ്റാൻഡ് സർക്കാരുമായി ബന്ധപ്പെട്ടപ്പോൾ സർക്കാർ പറഞ്ഞു നിങ്ങൾ ആവശ്യപ്പെട്ടു, സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെടും. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ മുഖാന്തരം കോടതിയുടെ ആവശ്യപ്പെട്ടു. എൻ്റെ കോടതി എൻ്റെ മനസാക്ഷിയാണ്. എൻ്റെ മനസാക്ഷിക്ക് വിരുദ്ധമായ ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. എന്തായാലും ഇന്നത്തോടുകൂടി ദേവസ്വം ബോർഡിന്റെ കാലാവധി അവസാനിച്ച് പടിയിറങ്ങണം. അപ്പോൾ ഇനിയുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? എന്നെ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് സത്യസന്ധമായും സുതാര്യമായും ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്തരം സ്ഥാനങ്ങളിൽ ഇരിക്കുക മാത്രമല്ലല്ലോ പ്രവർത്തനം എന്ന് പറയുന്നത്. പാർട്ടി പ്രവർത്തനമുണ്ട്, സംഘടനാ പ്രവർത്തനമുണ്ട്. അങ്ങനെ പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇനിയും മുന്നോട്ട് പോകും. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം പൂർണ്ണമായി സംതൃപ്തിയോടുകൂടി തന്നെ പൂർത്തിയാക്കി അദ്ദേഹം പടിയിറങ്ങുകയാണെന്നാണ് പി എസ് പ്രശാന്ത് തന്നെ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചത്. സജികുമാറിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.